വെൽക്കം ടു വിദ്യ കൊമേഴ്സ് അക്കാദമി. 1 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇവിടെ 1 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻ, സനു ആൻഡ് ബിനു ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം sharing profit and loss in the ratio of 3:1. They admit Jinu for 3/7 share. കാൽക്കുലേറ്റ് ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പൊ ഇതിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ ജിനുവിന്റെ ഷെയർ എത്രയാന്ന് നോക്കാം. ന്യൂ ഷെയർ ആണ് ജിനു എന്ന് പറയുന്നയാളുടെ, പുതിയതായിട്ട് വരുന്നയാളുടെ ന്യൂ ഷെയർ ആണല്ലോ. അപ്പൊ അത് 3/7 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഈ 7 എന്ന് പറയുന്നതാണ് ടോട്ടൽ ഷെയർ എന്നുള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ, ഈ 3 ആണ് വരുന്നയാളുടെ ഷെയർ, ബാക്കി 4 4/7 ആണ് രണ്ടുപേരുടെയും കൂടെ വരുന്നത്. അപ്പൊ ഈ ഇവരുടെ ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ഷെയർ 3ഉം 1ഉം ആന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 3ഉം 1ഉം കൂടെ കൂട്ടിയാൽ എത്രയാ? 4 ആണ്. അപ്പൊ നമുക്കറിയാം 3 + 1 + 3 എന്ന് പറയുന്നത് 7 ആണ്. സോ 3:1:3 ആണ് റേഷ്യോ എന്നറിയാം. അപ്പൊ 1 മാർക്കിന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്ന ഓൾഡ് റേഷ്യോ കൂട്ടി നിങ്ങൾ പുതിയ പാർട്ട്ണറുടെ ഷെയറും കൂടെ എഴുതി കഴിഞ്ഞാൽ ന്യൂ റേഷ്യോ ആയി. മനസ്സിലായല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾ നോക്കി. സ്മിത ആൻഡ് വർഗീസ് ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ദ റേഷ്യോ ഓഫ് 2:1. ദേ അഡ്മിറ്റ് സൂര്യ ആസ് എ ന്യൂ പാർട്ട്ണർ ഓഫ് 1/4 ഷെയർ. അപ്പൊ ഇവിടെ 4 എന്ന് പറയുന്നതാണ് സൂര്യയുടെ ഷെയർ. ഈ 2 + 1 + 1 = 4. അപ്പൊ നമുക്കറിയാം ഓൾഡ് ഷെയറും ഈ വരുന്നയാളുടെ ഷെയറും കൂടെ കൂട്ടിയാൽ 4 കിട്ടുന്നുണ്ട്. അപ്പൊ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 2:1:1 ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ 11 ആണ് വരുന്നത്. 11 5 + 1 + 5 11. അപ്പൊ നമ്മുടെ റേഷ്യോ എത്രയായിരിക്കും? 5 + 1 + 5. അപ്പോ 1 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും കൂടെ കൂട്ടി, ന്യൂ റേഷ്യോ മീൻസ് പുതിയതായിട്ട് വരുന്ന പാർട്ട്ണറുടെ ഷെയർ, അതുകൂടെ കൂട്ടി ന്യൂ റേഷ്യോ ആയിട്ട് നമുക്ക് എഴുതാം. മനസ്സിലായി കാണുമല്ലോ. നെക്സ്റ്റ് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആട്ടോ. 2 അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിക്കാവുന്ന ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയുടെ ക്വസ്റ്റ്യൻസ് ആണ്. ടു ഓർ 3 മാർക്കിന് വരുന്ന ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയുടെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് മെത്തേഡ്, സ്മിത ആൻഡ് വർഗീസ് ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് 2:1. They admitted Surya as a new partner for 1/4 share in the future profit of the firm. Calculate new profit sharing ratio of Smita, Varghese and Surya. ഇവിടെ 2 പാർട്ട്നേഴ്സ് ആണുള്ളത്. പുതിയതായിട്ട് ഒരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നു. സൂര്യ എന്ന് പറയുന്ന ഒരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഓൾഡ് ഷെയർ സ്മിതയുടെയും വർഗീസിന്റെ ഷെയർ 2:1 ആണ്. പുതിയതായിട്ട് വരുന്ന സൂര്യയുടെ ഷെയർ 1/4 ആണ്. ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ പുതിയതായിട്ട് വരുന്നയാളുടെ 1/4 ആകുമ്പോൾ നമുക്കറിയാം 3/4 ആണ് റിമൈനിങ് ഷെയർ എന്ന് നമുക്കറിയാം. അത് 1 മാർക്കിനാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് സുഖമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. 2:1:1 ആണ്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് മെത്തേഡ് പോലെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇവിടെ 2 മാർക്കിനല്ലേ 3 മാർക്കിന് ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ വാക്കിൽ ആൻസർ എഴുതാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ടോട്ടൽ ഷെയറിനെ 1 ആയിട്ട് എടുക്കുക. സൂര്യയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 1/4 ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ ഷെയറിനെ 1 ആയിട്ട് എടുക്കുക. റിമൈനിങ് ഷെയർ കാണാൻ 1ൽ നിന്ന് സൂര്യയുടെ ഷെയർ കുറയ്ക്കുക, 1/4 കുറയ്ക്കുക. അപ്പൊ നമുക്ക് 3/4 കിട്ടും. അതാണ് റിമൈനിങ് ഷെയർ. സ്മിതയുടെയും വർഗീസിന്റെയും കൂടെ ഷെയർ 3/4 ആണ്. അതിൽ നിന്ന് സ്മിതയുടെ ന്യൂ ഷെയർ കാണാനായിട്ട് 2/3 ആണ് സ്മിതയുടെ ഓൾഡ് ഷെയർ. അത് ഇൻറ്റു 3/4 ചെയ്യുക റിമൈനിങ് ഷെയർ. അപ്പൊ റിമൈനിങ് ഷെയറിന്റെ 2/3 സ്മിതയുടെയും 1/3 വർഗീസിന്റെയും ആണ്. അവിടെ മൈനസ് ചെയ്യുമൊന്നും അല്ല ചെയ്യേണ്ടത്, ഇൻറ്റു ചെയ്യണം. 2/3 ഇൻറ്റു 3/4, വർഗീസിന്റെ 1/3 ഇൻറ്റു 3/4. അപ്പൊ ഇവിടെ ഇൻറ്റു ചെയ്യുമ്പോൾ ഡയറക്റ്റ് ചെയ്യണം. 2 × 3 2. അപ്പൊ നോമിനേറ്റർ തമ്മിലും ഡിനോമിനേറ്റർ തമ്മിലുമാണ് ഇൻറ്റു ചെയ്യേണ്ടത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒന്നും ചെയ്തു വെക്കരുത്. 2 × 3 3 × 4 ആണ് വരുന്നത്.
താഴെ വരുമ്പോൾ 1 × 3 3 × 4. ഓക്കെ, നെക്സ്റ്റ് ന്യൂ റേഷ്യോ ഓഫ് സ്മിതയുടെ വർഗീസിന്റെ സൂര്യയുടെ. അപ്പൊ ന്യൂ റേഷ്യോ കാണുമ്പോൾ 6/12 3/12 3/12. ഓക്കെ, അപ്പൊ ഇവിടെ 1/4 ആയിരുന്നു ആരുടെ? സൂര്യയുടെ ഷെയർ. സൂര്യയുടെ ഷെയർ 1/4 എന്നുള്ളതായിരുന്നു. അതിനെ നമുക്ക് 12ലേക്കാണല്ലോ ബാക്കിയുള്ളവരുടെ ഷെയർ കിടക്കുന്നത്. അപ്പൊ ആ ഷെയറിലേക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര വെച്ച് ഇൻറ്റു ചെയ്യാം? 3 വെച്ച് ഇൻറ്റു ചെയ്യാം. 3/3 വെച്ച് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? 1 × 3 3 ഡിവൈഡഡ് ബൈ 4 × 3 12. അങ്ങനെയാണ് സ്മിതയുടെ ഷെയർ. സ്മിതയുടെ അല്ല, പുതിയതായിട്ട് വരുന്ന സൂര്യയുടെ ഷെയർ. സൂര്യയുടെ ഷെയർ സൂര്യയുടെ ഷെയർ എത്ര കിട്ടി? 3/12 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ മനസ്സിലായി കാണുമല്ലോ. അപ്പൊ 6:3:3 എന്ന് പറയുന്നതാണ് ഇവരുടെ റേഷ്യോ, ന്യൂ റേഷ്യോ വന്നിരിക്കുന്നത്. അതിനെ നമ്മൾ 3 വെച്ച് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ 2:1:1 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ്, അമല ആൻഡ് നന്ദന ആർ പാർട്ട്നേഴ്സ് in a firm sharing profit and loss in the ratio of 3:2. They decided to admit Hajara as a new partner for 1/5 share in profit, which she acquired equally from Amala and Nandana. Calculate the new ratio after admission. അതായത് ഹാജറ എന്ന് പറയുന്ന പുതിയൊരാളെ അഡ്മിറ്റ് ചെയ്യുമ്പോഴുള്ള ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അമലയും നന്ദനയാണ് ഇവിടെ ഓൾഡ് പാർട്ട്നേഴ്സ്. അവരുടെ റേഷ്യോ 3:2 ആണ്. ഹാജറ എന്ന് പറയുന്ന ആളെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ 1/5 ഷെയർ ഓഫ് പ്രോഫിറ്റ് കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത് 5 ആണെന്ന് നമുക്കറിയാം. ആണല്ലോ, പുതിയതായിട്ട് വരുന്ന ആളുടേത് ഷെയർ 1/5 ആയതുകൊണ്ട് ടോട്ടൽ ഷെയർ 5 ആയിരിക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ 4:3:3 എന്നുള്ളതാണ്. അപ്പൊ ഈ 5 മെത്തേഡും മനസ്സിലായെന്ന് കരുതുന്നു. ഈ 5 മെത്തേഡും പഠിച്ചാൽ നിങ്ങൾക്ക് 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കായിരിക്കും ഈ ക്വസ്റ്റ്യന് കിട്ടാൻ പോകുന്നത്. ഇപ്പൊ ചെയ്ത 5 മെത്തേഡ് അഡ്മിഷനകത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് എന്ന പോർഷനിൽ നിന്ന് വരുന്നത്. അതും 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റും. A, B and C are partners in the ratio of 3:2:1. A retires from the firm and her share is acquired by the remaining partners in the ratio of 3:2. Calculate the new ratio. ഇവിടെ എയും ബിയും സിയും പാർട്ട്നേഴ്സ് ആണ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2:1 ആണ്. എ എന്ന് പറയുന്നയാൾ റിട്ടയർ ആകുന്നു. എയുടെ ഷെയർ റിമൈനിങ് പാർട്ട്നേഴ്സ്, അതായത് സ്ഥാപനത്തിൽ ബാക്കിയുള്ള പാർട്ട്നേഴ്സ് 3:2 അക്വയർ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നയാൾ പോകുന്നു, ബിയുടെയും സിയുടെയും ന്യൂ റേഷ്യോ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഷെയർ അക്വയർഡ് ബൈ ബിക്ക് കിട്ടുന്നത് എത്രയാണ്? ഇവര് എയുടെ ഷെയർ എന്ന് പറയുന്നത് ഇവിടെ 3/6 ആണ്. ഈ 3/6 ഇവിടെ പറഞ്ഞിട്ടുണ്ട് 3:2 ബിയും സിയും അക്വയർ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബിക്ക് കിട്ടുന്നത് ഈ 3/6ന്റെ 3/5 ആണ്. ഓക്കെ, 3/6 × 3/5 ചെയ്യുമ്പോൾ ഇവിടെ 9/30 എന്ന് കിട്ടും. അടുത്തത് ഷെയർ അക്വയർഡ് ബൈ സിക്ക് കിട്ടുന്നത് 2/6 × 2/5. ഓക്കെ, സോറി 3/6 × 2/5. അതായത് എയുടെ ഷെയർ 3/6 ആണ്, അതിന്റെ 2/5 ആണ് കിട്ടുന്നത്. അപ്പൊ അവിടെ ബിക്ക് കിട്ടുന്നത് 9/30, സിക്ക് കിട്ടുന്നത് 6/30.
ബീസ് ന്യൂ ഷെയർ. ബിയുടെ ന്യൂ ഷെയർ കാണണമെന്നുണ്ടെങ്കിൽ ബിയുടെ ഓൾഡ് ഷെയർ എത്രയായിരുന്നു? 2/6 ആയിരുന്നു. ഇപ്പൊ 2/6 പ്ലസ് ഇപ്പൊ എയുടെ ഷെയർ കിട്ടിയില്ലേ 9/30, അതുകൂടി ആഡ് ചെയ്യുക. അപ്പോ 2/6 പ്ലസ് 9/30 ചെയ്യുമ്പോൾ ഇവിടെ 19/30 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് സിയുടെ ന്യൂ ഷെയർ കാണാനായിട്ട് സിയുടെ ഓൾഡ് ഷെയർ പ്ലസ് സി ഷെയർ അക്വയർഡ്. അപ്പോൾ സി എയുടെ കയ്യിൽ നിന്ന് അക്വയർ ചെയ്ത ഷെയറും കൂടെ എടുക്കുക. അപ്പോൾ സിക്ക് കിട്ടുന്നത് 11/30 ആണ്. ന്യൂ റേഷ്യോ 19:11 എന്ന് കിട്ടും. അപ്പോൾ ഇതും 2 അല്ലെങ്കിൽ 3 മാർക്ക് കിട്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് മനസ്സിലാക്കി വെക്കുക. അഡ്മിഷന്റെ കേസ് ആണെങ്കിൽ എങ്ങനെ വരും, റിട്ടയർമെന്റ് ആൻഡ് ഡെത്തിലാണെങ്കിൽ എങ്ങനെ വരും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക. എങ്കിലേ നിങ്ങൾക്ക് തുടർന്നും ഇടുന്ന വീഡിയോസ് ലഭ്യമാകത്തുള്ളൂ. താങ്ക് യു.